പശുവിന്റെ അകിടിൽ നിന്നിട്ടാണ് പാല് വരുന്നത്. അവിടെ നിന്നിട്ട് വേണം പാല് കുടിക്കാനായിട്ട്. അത്രയും ശുദ്ധത വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് നമ്മുടെ സുരേഷ് ഗോപിജി പറഞ്ഞേക്കുന്നതാണ്. ശരിയല്ലേ? സത്യമല്ലേ? പശുവിന്റെ അകിടിൽ നിന്ന് നേരിട്ട് കുടിക്കുന്ന പാലിന്റെ അത്ര ശുദ്ധത വേറെ ഒന്നിനും കിട്ടത്തില്ല. ശരിയാണ്. പക്ഷെ എന്റെ പൊന്നിജി, ഈ താഴെ കാണുന്ന ടീംസിനെ കണ്ടോ? അവരോട് പറഞ്ഞു കൊടുക്കണം, പശുവിന്റെ അകിടിൽ നിന്ന് വരുന്ന പാലാണ് നമ്മൾ കുടിക്കേണ്ടത്, അല്ലാതെ പശുവിന്റെ കുണ്ടിയിൽ നിന്ന് വരുന്ന ചാണകവും ഗോമൂത്രവും അല്ല. അത് വിസർജ്യമാണ്, അത് കഴിക്കാനുള്ളതല്ല എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നോക്കിക്കേ, കണ്ടു നോക്കിക്കേ, പറ. നമ്മുടെ ഈ ജിഹാദി ഫാക്ടറി വഴി ഉണ്ടായ ഈ പ്രൊഡക്റ്റിന് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത് അത്ര പിടിച്ചിട്ടില്ല. ഏത് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാനും അതിനൊരു മാസം മറുപടി കൊടുക്കാനൊക്കെ ആയിട്ട് അണ്ണൻ എന്ത് ചെയ്യുവാണ്, ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ചാണകം ഉരുട്ടി കഴിക്കുന്നുണ്ട്, ചാണകം തേക്കുന്നുണ്ട്, ഈ പശുമൂത്രം കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോയും സംഭവമൊക്കെ വന്നേക്കുന്നത്. ഇനിയിപ്പോ ഈ അണ്ണന്റെ മതത്തില് അത് ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ഇവർക്കത് പറയാനുള്ള അർഹതയുണ്ടെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഈ അണ്ണന്റെ ഈ മതത്തിൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അണ്ണൻ ഇതൊന്നും കാണുന്നില്ലേ? അല്ല, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പുരോഗതിയുള്ള വർഗത്തിൽപ്പെട്ട കാര്യങ്ങളാണോ? ഈ പണ്ഡിതന്മാരുടെ ചെരുപ്പ് നക്കലും ചെരുപ്പിന്റെ അടി നക്കലും കാല് നക്കലും തുപ്പല് നക്കലും അപ്പം നമ്മുടെ അണ്ണന് ഈ പ്രൊഡക്റ്റ്, ഈ ജിഹാദി ഫാക്ടറി വഴി ഉണ്ടായ പ്രൊഡക്റ്റ് ഇതൊന്നും കാണത്തില്ല. അണ്ണൻ നോർത്ത് ഇന്ത്യയിൽ ഈ ചാണകം ഉരുട്ടുന്ന മാത്രമേ അണ്ണനെ കാണത്തുള്ളൂ. ഇനിയിപ്പോ അണ്ണന് ചാണകം ഉരുട്ടി വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊണ്ട് കൊടുത്തേക്കണേ. അണ്ണന് അതാണ് ഇഷ്ടമെങ്കിലേ, ഈ പണ്ഡിതന്മാരുടെ ഈ പൊടി നക്കിയും കാല് നക്കിയൊക്കെ മടുത്തിട്ടുണ്ടെങ്കിൽ